So next കൂടുതൽ problems on normal distribution. First problem നോക്കാം. This one. Suppose that the lifetimes of light bulbs produced by a company are normally distributed with a mean 1000 hours. So mean 1000, standard deviation 100 hours. Okay, mean is 1000 and standard deviation is 100. Is this company correct when it claims that 95% of its light bulbs last at least 900 hours? 95% bulbum 900 hours എങ്കിലും last time at least. Okay, so what is the claim of the company? They claim that 95% of the bulbs last for at least 900 hours. 900 hours ഇതാണ് ക്ലെയിം. അപ്പം നമുക്ക് ആദ്യം നേരത്തെ ചെയ്ത പോലെ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യണം. സോ ലെറ്റ് എക്സ് ബി ദ റാൻഡം വേരിയബിൾ denoting the lifetime. Okay, lifetime of the bulbs. So f of x, അതായത് x follows എന്തായിരിക്കും, mean എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ആയിരിക്കും. സോ നമുക്ക് എന്താ ഇതിൻ്റെ ക്ലെയിമിനെ എങ്ങനെ എഴുതാം? 95%, ഈ പെർസെൻറ്റേജ് മീൻസ് ഒരു ഫ്രാക്ഷൻ ആണല്ലോ, 0.95. That can be treated as a probability. Okay, 95% means 0.95 probability. അപ്പോൾ അറ്റ്ലീസ്റ്റ് 900 അവർ എങ്കിലും വർക്ക് ചെയ്യുന്നത്, ലാസ്റ്റ് ചെയ്യുന്നത് പ്രോബിലിറ്റി 0.95 ആണെന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബിലിറ്റി 95% എന്നാണ് നമുക്ക് കിട്ടേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. യു ഹാവ് ടു പ്രൂവ് ദാറ്റ് the probability that the bulbs last for at least 900 hours is 95% or 0.95. അപ്പം that probability can be written as P of at least 900. So lifetime is greater than or equal to 900, at least 900, കുറഞ്ഞത് 900 എങ്കിലും. So greater than or equal to 900 is this is equal to 0.95. This probability is 95%, means 95 by 100 or 0.95. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിപ്പോൾ ക്ലെയിം ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലെഫ്റ്റ് hand side is probability that x greater than or equal to 900, and probability that x greater than or equal to 900 is, എങ്ങനെ എഴുതണം? നമുക്ക് ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. മ്യൂ ഇസ് 1000, ഓക്കെ, സിഗ്മ ഇസ് 100. സോ ഇസഡിനെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ, or it is x minus 1000 by 100. അപ്പോൾ ഇവിടെ x greater than or equal to 900, we have to standardize this one using this conversion. x minus 1000, x എന്ന് 1000 minus ചെയ്യുക, divide by 100. so similar operation that should be applied on the ഈ സൈഡിലും കൂടെ നമുക്കത് ചെയ്യണം. 1000 by 100. okay, so this is, now it is P of z greater than or equal to 900 minus 1000 is 100, minus 100 by 100 minus 1. okay, അപ്പോൾ പ്രോബിലിറ്റി ദാറ്റ് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 ആണ്. അപ്പം നോർമൽ കർവ് വരച്ചാൽ ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1. സോ -1 നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണല്ലോ, ഇവിടെയാണ് -1. -1 കൂടാനുള്ളത്, ദാറ്റ് മീൻസ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് -1, അതായത് ഈ പ്രോബിലിറ്റിയാണ് നമുക്ക് വേണ്ടത്. സോ ഈ പ്രോബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ദിസ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള പ്രോബിലിറ്റി 0.5 പ്ലസ് പി ഓഫ് -1 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 0 എന്ന് എടുക്കാം. ഓക്കെ, ഈ -1നും 0നും ഇടയ്ക്കുള്ള പ്രോബിലിറ്റി ഏതിന് ഈക്വൽ ആണ്? സിമെട്രിക് ആണെന്നറിയാം. കർവ് സിമെട്രിക് ആകുമ്പോഴത്തേക്കും ദ ഏരിയ ബിറ്റ്വീൻ -1 ആൻഡ് 0 ദിസ് ഇസ് ഈക്വൽ ടു, ഇത് അതേപടി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൺവേർട്ട് ചെയ്യാം, പ്ലസ് സൈഡിലോട്ട് പോസിറ്റീവ് സൈഡിലോട്ട് കൺവേർട്ട് ചെയ്താൽ that is 0 to +1. so this is 0.5 plus probability that 0 less than z less than 1. അപ്പോൾ ഈ പ്രോബിലിറ്റി കണ്ടുപിടിച്ചാൽ മതി ഫ്രം ദി ടേബിൾ. ഇപ്പോൾ ടേബിൾ നോക്കിയാൽ
0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 1 അല്ലേ. 1 മീൻസ് 1.0, 1.00, 0.3413 കണ്ടല്ലോ, 0.3413. സോ ദിസ് ഈസ് 0.5 പ്ലസ് 0.3413. ആഡ് ചെയ്താലോ 0.8413. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഗ്രെയ്റ്റർ ദാൻ ഓർ ഈക്വൽ ടു 900 ഇസ് 0.8413. ദാറ്റ് മീൻസ് 0.8413 മീൻസ് ഇതിനെ പെർസെൻറ്റേജ് ആക്കിയാൽ ആക്ച്വലി ഇത് 84.13% ആണ് അല്ല, ഇൻറ്റു 100 ചെയ്താൽ മതി, പെർസെൻറ്റേജ് ആക്കാം. സോ ദിസ് ഇസ് 84.13%. ഇനി അവരുടെ ക്ലെയിം എന്താ? ദേ ക്ലെയിം ദാറ്റ് 0.95, 95 എന്നാണ് പറയുന്നത്. ശരിക്കും 95 ഉണ്ടോ? ഇല്ല. സോ their claim is false. ഓക്കെ, ശരിക്കും 84 അല്ലെങ്കിൽ 85% ഉള്ളൂ, 95% ഇല്ല. ഓക്കെ, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Second question, the weekly wages of 1000 workmen are normally distributed about the mean of 100 rupees. Okay, the weekly wages of 1000 workmen, അപ്പം ടോട്ടൽ 1000 പേരുണ്ട്. ഇത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായാലും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് തരണം, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. മീന് 500ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 50 അല്ലേ. മീന് 500ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 50. mean mu is 500, standard deviation is 50. പിന്നെ ടോട്ടൽ എത്ര ഉണ്ട്? ടോട്ടൽ വർക്കേഴ്സ് 1000 വർക്കേഴ്സ് ഉണ്ട്. ഇനി ക്വസ്റ്റ്യനിലോട്ട് പോകാം. എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് വർക്കേഴ്സ്. അപ്പോൾ എത്ര വർക്കേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്തിന്? whose weekly wages will be between 400 and 600. 400നും 600നും ഇടയ്ക്ക് എത്ര വർക്കേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ ലെസ് ദാൻ 400ഉം ഗ്രേറ്റർ ദാൻ 600ഉം കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഹൗ മെനി വർക്കേഴ്സ് ആർ ദെയർ ഹൂസ് വീക്ക്ലി വേജസ് ക്യാൻ ബി 400, ബിറ്റ്വീൻ 400 and 600. അപ്പോൾ അതിനാദ്യം നമ്മൾ പ്രോബിലിറ്റി ചെയ്തിട്ട് ആദ്യം അവരുടെ പ്രോബിലിറ്റി ആ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചിട്ട് എത്ര ടോട്ടൽ എത്ര വർക്കേഴ്സ് ഉണ്ട്? 1000 വർക്കേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് ഡിനോട്ട് ദ വീക്ക്ലി വേജസ്. ഓക്കെ, വീക്ക്ലി വേജസ് ആണ് നമുക്ക് എക്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം ഇതിൻ്റെ പ്രോബിലിറ്റി കിട്ടും. അങ്ങനെ എത്ര പേരുണ്ട്? 1000 അല്ലേ. വീക്ക്ലി വേജസ് ഓഫ് എ വർക്കർ, ഒരു വർക്കറിൻ്റെ കേസ്. അപ്പോൾ ഈ പ്രോബിലിറ്റിയിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എത്ര വർക്കർ ഉണ്ട്? 1000. അപ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് വർക്കേഴ്സ് കിട്ടും. So first question, how many can be getting between 400 and 600? Okay, അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? ആദ്യം സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ഈക്വൽ ടു എങ്ങനെ എഴുതാം? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ, ദാറ്റ് ഈസ് എക്സ് മൈനസ് 500 ബൈ 50. എക്സ് മൈനസ് 500 ബൈ 50. സോ ഇവിടെ നമുക്ക് പ്രോബ്ലം ദാറ്റ് 400 മൈനസ് 500 ബൈ 50 കൊണ്ട് ത്രൂ ഔട്ടാ ചെയ്യണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് 500 ബൈ 50 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 600 മൈനസ് 500 ബൈ 50. ഓക്കെ, ത്രൂ ഔട്ടായിട്ട് ചെയ്തു 50 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ വി ആർ ഗെറ്റിംഗ് പി ഓഫ് 400 minus 500 minus 100. Minus 100 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -2 less than or equal to z less than or equal to 100 by 50. ഓക്കെ, അപ്പോൾ -2നും 2നും ഇടയ്ക്കുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കുക.
അപ്പോൾ -2 എന്ന് വെച്ചാൽ -2 ആൻഡ് +2. ഇതിൻ്റെ പ്രത്യേകത അറിയാലോ, 2 -2 സെയിം ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ ആണ്. സോ -2 എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു സൈഡ് കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 × P of 0 < z < 2 ചെയ്താൽ മതി. >= അതിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. സോ ദിസ് ഇസ് 2 × ഇപ്പോൾ 0ക്കും 2നും ഇടയ്ക്ക് പ്രോബിലിറ്റി വേണം. 0ക്കും 2, അപ്പം 2 അല്ലേ, 2 മീൻസ് 2.0, 2.00, 0.4772. 0.4772 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും, 9544 അല്ലേ, 0.9544. ഇനി നമുക്ക് വേണ്ടത് പ്രോബിലിറ്റി അല്ല, വർക്കേഴ്സ്. ഈ പറയുന്ന റിസൾട്ട് വരുന്ന എത്ര, സോ നമ്പർ ഓഫ് വർക്കേഴ്സ്, റിക്വയർഡ് നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. ദിസ് ഈസ് വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് ദ ടോട്ടൽ നമ്പർ, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1000 × 0.9544 എത്ര വരും, 954.4. എന്തായാലും നമ്പർ ആകുമ്പം 0.4 ഒന്നും പാടില്ല. സോ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 955 എന്ന് എടുക്കാം. 955 പേരാണ് 600നും ഇടയ്ക്കുള്ളത്, ഇടയ്ക്ക് വീക്ക്ലി വേജസ് കിട്ടുന്നത്. പിന്നെ സെക്കൻഡ് പാർട്ട്, ഹൗ മെനി